ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്ത് വരികയാണ്. ആഭ്യന്തര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് റിഫോംസ് ആണ് കത്ത് നൽകിയത്. വിശ്വ ഹിന്ദു പരിഷ്കൃത പരിപാടിയിൽ പങ്കെടുത്ത് വിവാദ പരാമർശം നടത്തിയ ജഡ്ജിയാണ് ശേഖർ കുമാർ യാദവ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, ഈ അലഹബാദ് ജഡ്ജിക്കെതിരെ വ്യാപകമായ വിമർശനം ഇന്നലെ ബൃന്ദ കാരാട്ട് ഇതുമായി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയാണ്, ആ ഒരു ആവശ്യമാണ് മുന്നോട്ട് വരുന്നത്? പ്രയാഗ്രാജിലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ലീഗൽ സെൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ വിവാദ പരാമർശം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് ഈ കത്ത് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് റിഫോംസ് എന്ന സംഘടന ഈ കത്ത് നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ പ്രവർത്തനം ഒരു ജഡ്ജിക്ക് യോജിച്ച തരത്തിലുള്ള പ്രവർത്തനമല്ല എന്നും ഭരണഘടനാപരമായ പല കാര്യങ്ങളും അദ്ദേഹം ലംഘിച്ചു എന്നുമാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടിയന്തരമായി ജസ്റ്റിസ് യാദവിനെതിരെ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ തന്നെ ഈ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെതിരെ മറ്റു പല പരാതികളും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ ഈ ബൃന്ദ കരാട്ടിന്റെ കത്ത്. ബൃന്ദ കരാട്ടിന്റേത് പുറമെ വിവിധ ജുഡീഷ്യൽ ഓഫീസർമാർ ഉൾപ്പെടെ, അതായത് മുൻ ന്യായാധിപന്മാർ ഉൾപ്പെടെ ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയിട്ടുണ്ട്. ഇതിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ തീരുമാനം എന്തായിരിക്കും എന്നതാണ് ഇനി അറിയേണ്ടതായി ഉള്ളത്. ശരി, ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. തീർത്തും ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രസംഗം അതാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് നടത്തിയത് എന്നുള്ള ആരോപണം അത് ശക്തമായി തന്നെ ഉയരുന്നുണ്ട്.